بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു അബ്ദുൽ വഹാബ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 ബാബുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഅരിഫത്തുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന് കൊടുക്കേണ്ട അളമത്ത്, അള്ളാഹുവിൻ്റെ മഹത്വം എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ബാബ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഖദറിലുള്ള വിശ്വാസം പൊതുവെ നമുക്കറിയാം, ഉസൂലുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ് എന്നറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലും അവൻ്റെ മലക്കുകളിലും കിതാബുകളിലും റസൂലുകളിലും അന്ത്യനാളിലും ഖദറിലുമുള്ള വിശ്വാസം, അതിനാണ് എന്ത് പറയുന്നത്? ഉസൂലുൽ ഈമാൻ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് ശേഷം തൊട്ടടുത്തതായിട്ട് അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ മറ്റു പല വിശേഷണങ്ങളെയും പറഞ്ഞതിന് ശേഷം നേരെ പറയുന്നത് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, മുൻഗാമികളായ ചില പണ്ഡിതന്മാരുടെ കിതാബുകളിൽ അവർ ഈമാൻ കാര്യങ്ങളെയും ഇസ്ലാം കാര്യങ്ങളെയും പറയുമ്പോൾ 5 ഇസ്ലാം കാര്യങ്ങൾ, 5 ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് കാണാം. ഇസ്ലാം കാര്യങ്ങളെയും 5 എന്ന് പറയും, ഈമാൻ കാര്യത്തെയും 5 എന്ന് പറയും. അങ്ങനെ പറയാനുള്ള കാരണം, ഖദറിലുള്ള വിശ്വാസത്തെ ചിലർ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വേർതിരിച്ച് പറയാറില്ല. ഇപ്പോൾ ഖുർആനിൽ തന്നെയും ചില സന്ദർഭങ്ങളിൽ ഈമാൻ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഖദറിലുള്ള വിശ്വാസത്തിൽ പ്രത്യേകം പറയാറില്ല. അൽ ഈമാനു ബിൽ മലായികത്തി വ കുതുബിഹി വ റുസുലി വൽ യൗമിൽ ആഖിർ എന്നൊക്കെ പറയും. പക്ഷെ ഖദറിലുള്ള വിശ്വാസം പ്രത്യേകമായിട്ട് എടുത്തു പറയാറില്ല. അതിന് കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്, ആ മുൻഗാമികളായ ചില പണ്ഡിതന്മാർ, ഇപ്പോൾ ഇബ്നുൽ ജൗസി, സയ്യിദുൽ ഖാത്തിറിൽ, അങ്ങനെ പല പണ്ഡിതന്മാരുടെയും കിതാബുകളിൽ 5 ഈമാൻ കാര്യം 5 ഇസ്ലാം കാര്യം എന്ന ഉപയോഗം കാണാം. എന്നാൽ അത് ശരിയല്ല. കാരണം ഹദീസ് ജിബ്രീലിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 ആയിക്കൊണ്ട് അതിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം തെറ്റിയിട്ടല്ല. ഖദറുള്ള വിശ്വാസത്തെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് തൊട്ടു ശേഷം ഖദറിലുള്ള വിശ്വാസത്തെയും അതിനുശേഷം മലക്കുകളിലും അതിന് കിതാബും നബിമാരുടെ വിഷയങ്ങളൊക്കെ അതിനുശേഷം പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഖദറിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരാൾ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചാൽ മാത്രമാണ് അയാളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയാവുകയുള്ളൂ. ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത് ചില സഹാബികൾ പറഞ്ഞതുപോലെ നിവാമു തൗഹീദാണ്. തൗഹീദിന്റെ ഒരു സിസ്റ്റം, ഒരു സംഹിതയാണ് ഖദറുള്ള വിശ്വാസം. ഖദറുള്ള വിശ്വാസം ഏറ്റവും ശരിയായ രൂപത്തിലാവുക എന്നത് ഒരാളുടെ തൗഹീദിന്റെ പരിപൂർണതയെ അറിയിക്കുന്ന കാര്യവുമാണ്. ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ആയത്തുകളിലേക്കും ഹദീസുകളിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഖദറിലുള്ള വിശ്വാസം ഒരാൾക്ക് ശരിയാകണമെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് അടിസ്ഥാനമാണ് ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, സൂറത്തുൽ തലാഖിലെ 12ാമത്തെ ആയത്ത്. കാരണം ആ 2 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരാളുടെ അള്ളാഹുവിലുള്ള വിശ്വാസം ഏറ്റവും പരിപൂർണമാവുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ അറിവ്, അതിന്റെ 4 മർത്തബകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഅലമു മാ കാന, കഴിഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അറിയും. മാ ഹുവ കായിനുൻ, ഇപ്പോൾ സംഭവിക്കുന്നത് അള്ളാഹു അറിയും. മാ സയകൂനു, വരാൻ പോകുന്ന കാര്യം അള്ളാഹു അറിയും. മാ ലം യകുൻ ലൗ കാന കൈഫ യകൂൻ, സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നും അള്ളാഹു അറിയും. അള്ളാഹുവിന്റെ ഇൽമിന്റെ 4 മർത്തബകളാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഇൽമു പരിപൂർണമാണ്. അള്ളാഹുവിനൊരു കാര്യം പുതുതായിട്ട് എന്തില്ല, അറിയേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴുണ്ടോ, അഥവാ തുടക്കമില്ലാതുള്ളവനാണ് അള്ളാഹു തആല, അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ ഇൽമുണ്ട്.
ആ ഇൽമിലേക്ക് ഒന്നും തന്നെ പുതിയതായിട്ട് കടന്നു കയറാനില്ല. അള്ളാഹുവിന്റെ ഇൽമു പരിപൂർണമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഖുദ്റത്താണ്, അള്ളാഹുവിന്റെ കഴിവാണ്. അള്ളാഹുവിന് കഴിയാത്തതായി ഒന്നും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്തതായി ഒന്നും തന്നെയില്ല. ഏത് കാര്യം പറഞ്ഞാലും അത് അള്ളാഹുവിന് കഴിയുന്നതാണ്. ഏത് കാര്യമാണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയുന്നതാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ എന്ത് കാര്യവും അള്ളാഹുവിന് കഴിയും. ഈ രണ്ട് വിശ്വാസം ഉറക്കുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം യഥാർത്ഥ രൂപത്തിൽ പരിപൂർണമാകുന്നത്. ഇത് ഒന്നാമത്തെ അടിസ്ഥാനം ഖദറുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്ലീം എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമാണ്. അഥവാ ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസം, അള്ളാഹു നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മലക്കുകളുടെ വിശ്വാസം, മലക്കുകൾ നമ്മൾ കണ്ടിട്ടോ? ഇല്ല. പക്ഷെ എന്താണ്, നാം ആ വിശ്വാസത്തിൽ കീഴൊതുങ്ങുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിൽ അള്ളാഹു ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും അറിയിച്ച കാര്യങ്ങളിൽ നാം തസ്ലീം കീഴൊതുങ്ങുന്നു. മലക്കുകളെ സംബന്ധിച്ച് എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത് അത് നമ്മൾ കീഴൊതുങ്ങുന്നു. അപ്പൊ വിശ്വാസ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തസ്ലീം എന്നുള്ളത്. ചില കാര്യങ്ങളുടെ, കാരണം ദീനിന്റെ ചില കാര്യങ്ങളുടെ ഹിക്മത്തുകൾ ചില ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് അതിന്റെ ആശയവും ഹിക്മത്തും കൃത്യമായി ബോധ്യപ്പെടും. അവൻ അൽഹംദുലില്ലാ, ഇനിയൊന്നും നമുക്ക് മനസ്സിലായില്ല, അതിന്റെ ഹിക്മത്തും ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും നമ്മുടെ മേലുള്ള ബാധ്യത എന്താണ്? തസ്ലീമാണ്, അതിൽ കീഴൊതുങ്ങലാണ്. കാരണം നമ്മുടെ ബുദ്ധിയേക്കാൾ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള എന്താണ്? ഖുർആനും ഹദീസുമാണ്. അതുകൊണ്ട് തന്നെ അതിന് കീഴൊതുങ്ങുക വേണ്ട. നമ്മുടെ ബുദ്ധിക്ക് ശരിയായി തോന്നിയാലും ഇല്ലെങ്കിലും, ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഹദീസിലും ഒരു കാര്യം വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നമ്മൾ കീഴൊതുങ്ങണം. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഖദറുള്ള വിശ്വാസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇനി ഖദറുള്ള വിശ്വാസത്തിന് 4 അർക്കാനുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറുള്ള വിശ്വാസത്തിന് 4 അർക്കാനുകളുണ്ട്. ഒന്നാമത്തേത് അൽ ഇൽമു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് എല്ലാറ്റിനെയും മുൻകടന്നതാണ് എന്നുള്ളത്. ഖദറുള്ള വിശ്വാസം ശരിയാകണമെങ്കിൽ അതിന് 4 അർക്കാനുകളുണ്ട്. ആ 4 അർക്കാനുകൾ ശരിയായാലാണ് ഒരാളുടെ ഖദറുള്ള വിശ്വാസം ശരിയാവുകയുള്ളൂ. അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ ഇൽമ് എല്ലാറ്റിനെയും മുൻകടന്നിട്ടുണ്ട് എന്നും വിശ്വസിക്കലാണ്. അതായത് ഏതൊരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു തആലയ്ക്ക് മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ അറിവ് എല്ലാത്തിനെയും മുൻകടന്നിട്ടുള്ളതാണ് എന്നുള്ള ബോധം. രണ്ടാമത്തെ കാര്യം കിതാബത്താണ്. ഒന്നാമത്തേത് ഇൽമ്, രണ്ടാമത്തേത് കിതാബത്ത്. കിതാബത്ത് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണോ ഈ ലോകത്ത് നടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ റുക്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യം, ഇപ്പോൾ അള്ളാഹു തആലയുടെ അറിവ് കടന്നുപോയി, അള്ളാഹു തആല അത് രേഖപ്പെടുത്തി വെച്ചു. ഇനി ആ ഏതൊരു കാര്യം സംഭവിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്തിന്റെയും മശീഅത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അഥവാ അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ ആ കാര്യം സംഭവിക്കുകയുള്ളൂ. അതായത് അള്ളാഹു അറിഞ്ഞു എന്നതുകൊണ്ടോ അള്ളാഹു രേഖപ്പെടുത്തി എന്നതുകൊണ്ടോ മാത്രമല്ല ആ കാര്യം സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോഴേ ആ കാര്യം സംഭവിക്കുകയുള്ളൂ. ഒരു കാര്യം അള്ളാഹുവിന്റെ അറിവ് മുൻകടന്നിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ആ കാര്യം സംഭവിക്കുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ആ കാര്യം സംഭവിക്കുന്നുള്ളൂ. നാലാമത്തെ റുക്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് മുൻകടന്നിട്ടുള്ള, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള, അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇൽമ്, കിതാബത്ത്, ഇറാദത്ത്, ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണത്. ഏത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റെല്ലാം, അള്ളാഹുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റെല്ലാം എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്.
നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരുണ്യം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, മരണം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ 4 കാര്യങ്ങളാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ അർക്കാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ചുരുക്കത്തിൽ എന്താണ്? ഏത് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകടന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവ് മുൻകടന്നിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സംഭവിക്കും. ആ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത്. ഇനി ഈ ഖദറിലുള്ള വിശ്വാസത്തിൽ പിഴച്ചുപോയ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. ഒന്ന് ഖദരിയാക്കൾ, 2 ജബരിയാക്കൾ. ഒന്ന് ഖദരിയാക്കൾ. ഖദരിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖദറിനെ നിഷേധിക്കുന്നവർ. ഖദർ എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദർ എന്നൊരു കാര്യമേ ഇല്ല എന്നുള്ളത്. അതിൽ പല ദർജയിൽ ആളുകളുണ്ട്. ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബത്തിനെ എതിർത്തവരുണ്ട്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതിൽ വലിയ ആളുകൾ, അത് ആഴത്തിലുള്ള ആളുകൾ, ഒരു കാര്യം ഈ ഭൂമിയിൽ നടന്നാൽ മാത്രമേ അള്ളാഹു അറിയുകയുള്ളൂ, അതല്ലെങ്കിൽ അള്ളാഹുവിന് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെ ഖദരിയാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബസറയിലാണ് ഖദരിയാക്കളുടെ ആ വിശ്വാസം പൊട്ടിപ്പുറപ്പെട്ടത്. അത് സ്വഹാബികളുടെ അവസാന കാലത്ത് തന്നെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ ഒരു വിശ്വാസം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കൂട്ടർ, ഒന്നാമത്തെ കൂട്ടർ ഖദരിയാക്കൾ, ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ, ഖദർ ഇല്ല എന്ന് പറയുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ ജബരിയാക്കൾ. എല്ലാം ഖദറാണ്, മനുഷ്യന് സ്വന്തമായിട്ടൊരു ഇറാദത്തുമില്ല. എല്ലാം ജബർ എന്ന് പറഞ്ഞാൽ ഒരാളെ നിർബന്ധിക്കുന്ന അവസ്ഥക്ക് പറയാറുണ്ട്, ഒരാളെ നിർബന്ധിച്ചു കൊണ്ടൊരു കാര്യം ചെയ്യുന്നതിന്. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മളൊരു നല്ല കാര്യം ചെയ്താലും നമ്മളൊരു തെറ്റ് ചെയ്താലും എന്ത് കാര്യം ചെയ്താലും അത് അള്ളാഹു തആല ഖദറാക്കിയിട്ടുള്ള, നമ്മെ നിർബന്ധിച്ച്, അതായത് എക്സ്ട്രാ ഒരു പുറത്തുനിന്നുള്ള ഫോഴ്സ് കൊണ്ട് നിർബന്ധിച്ച് ചെയ്തതാണ്. നമ്മൾ അതിന് കുറ്റക്കാരല്ല, അള്ളാഹു നിർബന്ധിച്ചത് കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതാണ് ജബരിയാക്കൾ എന്ന് പറയുന്നത്. അതും പല എക്സ്ട്രീമിൽ ആളുകൾ പോയിട്ടുണ്ട്. പാപം ചെയ്യുന്നവരെ അള്ളാഹു ചെയ്യിപ്പിക്കുന്നതാണെന്ന് പറയുന്നവരുണ്ട്. അതെല്ലാം ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഒക്കെ അള്ളാഹുൽ വരമേൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ വിശ്വാസത്തിൽ പിഴച്ച ആളുകളുണ്ട്. എല്ലാം അള്ളാഹുലേക്ക് മാത്രം ചേർത്തിട്ട് മനുഷ്യന് യാതൊരു ഇറാദത്തുമില്ല. അള്ളാഹുവിന്റെ കഴിവ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് ശരിയാണ്, പക്ഷേ മനുഷ്യൻ ഒരു ഉദ്ദേശവും അള്ളാഹു നൽകിയിട്ടില്ല എന്ന നിലക്ക് വിശ്വസിക്കുന്നവരുണ്ട്. അതാണ് ജബരിയാക്കൾ എന്നുള്ളത്. ഈ വിശ്വാസം പല ആളുകളിലും ഇന്നും ഉണ്ട്. ഈ ഒരു പേരിൽ അല്ലെങ്കിൽ കൂടി പല വിഭാഗങ്ങളിലെ ആളുകൾക്കും ഈ 2 വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ, സ്വഹാബികൾ, അവർ വിശ്വസിച്ച വിശ്വാസം ഖദറിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ 4 അർക്കാനുകൾ അവർ വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാം അറിവ് മുൻകടന്നിട്ടുണ്ട്, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതേസമയം മനുഷ്യന് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസ് മദ്യവുമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളവുമുണ്ട്. അതിലേത് കുടിക്കണം എന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിയുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കുകയാണോ? നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്വാതന്ത്ര്യം അവിടെ ഉണ്ടല്ലോ. എന്നാൽ അതേ കാര്യം അള്ളാഹു തീരുമാനിച്ചതുമാണ്. ആ സംഭവം ഇപ്പൊ ഞാൻ അതിൽ എന്താണ് എടുത്ത് കുടിക്കുക എന്നുള്ളത് അള്ളാഹു തആലക്ക് മുമ്പേ അറിവുണ്ട്, അള്ളാഹു തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കാര്യം നടന്നിട്ടുള്ളത്. ആ പ്രവർത്തനം അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്. ഈ 2 വിശ്വാസങ്ങളെ ജംഅ് ചെയ്യുന്നിടത്ത്, അഥവാ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ കഴിവാണ്. ഒരാൾക്ക് അങ്ങനെ സാധിക്കുമോ? ഒരാൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ആ സ്വാതന്ത്ര്യം നൽകുകയും അള്ളാഹു തആല അത് തീരുമാനിക്കുകയും ഈ 2 കാര്യം ഒരുമിച്ച് നടക്കുമ്പോ അവിടെയാണ് എന്ത്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു തആലക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇമാം അഹ്മദിനോട് ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഖുദ്റത്താണ്, അത് അള്ളാഹുവിന്റെ കഴിവാണ് എന്നുള്ളത്. അപ്പൊ ഖദറിലുള്ള വിശ്വാസം ശരിയാവുക എന്നുള്ളത് തൗഹീദിന്റെ പരിപൂർണതയാണ്. അതേസമയം ഖദറിലുള്ള വിശ്വാസത്തിനുള്ള സംശയങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളത് ഇൽഹാദിലേക്ക് എത്തിക്കുമെന്നും സ്വഹാബികളിൽ നിന്നുള്ള അസറുകളിൽ കാണാം. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദത്തിലേക്ക് എത്തിക്കുമെന്നുള്ള അസറിൽ കാണാം. അതുകൊണ്ടാണ് നമ്മൾ തസ്ലീം ഉണ്ടാവണം എന്ന് പറഞ്ഞത്.
അതായത് അള്ളാഹു ആണ് നമ്മുടെ ഇലാഹ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവിടെ ബുദ്ധിയെ ഉപയോഗിക്കാം. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം, ഖുർആനിന്റെ അത്ഭുതം നോക്കാം, ഓരോ കാര്യങ്ങളെയും ചിന്തിക്കാം. ആ ചിന്തിച്ച് നമുക്ക് ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? ഇപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല എന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മേലെന്താണ്? ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളൂ. പിന്നെ അവന് ബുദ്ധിക്ക് ചോദിച്ചാണോ ഇല്ല, അവിടെ വോയിസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് തസ്ലീം ഉണ്ടാകുമ്പോഴാണ് ഖദറുള്ള വിശ്വാസം പരിപൂർണമാവുക. അപ്പൊ ഈ കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കണം. കാരണം ഉസൂലുൽ ഈമാനിൽ കൊടുത്തിട്ടുള്ള ഹദീസുകൾ അത്രയും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഖദറുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഇതല്ലാതെയും വേറെയും ഹദീസുകൾ ഈ അർത്ഥത്തിൽ, ആശയത്തിൽ, ആഴത്തിൽ വന്നിട്ടുള്ള ഹദീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അറിവിനെ മനസ്സിലാക്കുക, കഴിവിനെ മനസ്സിലാക്കുക, തസ്ലീം ഉണ്ടാവുക, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഖദറുള്ള വിശ്വാസം എളുപ്പമാണ്. അതിന്റെ അടിസ്ഥാനം ആ 4 അർക്കാനുകളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് കിതാബിലേക്ക് കടക്കാം. കിതാബിൽ ആദ്യം ചില ആയത്തുകളാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ഒരു ബാബിൽ കൊടുത്തിട്ടുള്ളത്. ബാബു അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം. വഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് സൂറത്തുൽ അൻബിയായിലെ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന സബഖത് ലഹും മിന്നാ അൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ ഇന്നല്ലദീന സബഖത് ലഹും മിന്നാ അൽ ഹുസ്ന. നമ്മിൽ നിന്ന്, അള്ളാഹു പറയാണ്, നമ്മിൽ നിന്ന് ഹുസ്ന ഉദ്ദേശം സ്വർഗം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടവർ, ഉലൈക അൻഹാ മുബഅദൂൻ, അവർ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ് എന്നുള്ളത്. ആ ആയത്തിന്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പുള്ള ആയത്തും അതിന്റെ തഫ്സീറും പറയണം. അത് നമുക്കൊന്ന് പറയാം. സൂറത്ത് അംബിയായിലെ 98-99 ആയത്തുകളിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യത്തിന്റെ മറുപടിയാണ് ഈ ആയത്ത്. അതിന്റെ ബാക്കിയാണ്, എന്നാലേ പരിപൂർണമായി മനസ്സിലാവുള്ളൂ. അതിന്റെ ആയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു തആല പറഞ്ഞു, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാ. മുശ്രിക്കീങ്ങളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഇലാഹുകളും ഹസബു ജഹന്നം, നരകത്തിന്റെ വിറവ് കൊള്ളികളാണ്. അൻതും ലഹാ വാരിദൂൻ, നിങ്ങൾ അതിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളും നിങ്ങളുടെ ഇലാഹുകളായിട്ടുള്ള ആളുകളും ആ നരകത്തിന്റെ വിറവ് കൊള്ളികളാണ്, അതിലേക്ക് വന്നെത്തുന്നു പറഞ്ഞു. ലൗകാന ഹഉലാഇ ആലിഹതൻ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നവർ യഥാർത്ഥ ഇലാഹുകളായിരുന്നുവെങ്കിൽ മാ വറദൂഹ, അവർ ആ നരകത്തിലേക്ക് വരുമായിരുന്നില്ല. വകുല്ലുൻ ഫീഹാ ഖാലിദൂൻ, അവരെല്ലാം ആ നരകത്തിൽ ശാശ്വതരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ എന്താ അർത്ഥം? മുശ്രിക്കുകളോട് പറയാണ്, നിങ്ങളും നിങ്ങളുടെ ഇലാഹുകളും നരകത്തിലെ വിറകുകൊള്ളികളാണ്. ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ ഈ ആയത്ത് കേട്ടപ്പോൾ പറഞ്ഞു, നഹ്നു നഅ്ബുദു ഉനാസൻ സ്വാലിഹീൻ, ഞങ്ങൾ ആരാധിക്കുന്നത് സ്വാലിഹീങ്ങളായ ആളുകളെയാണ്. ഇപ്പൊ നസ്രാനികൾക്ക് എന്ത് പറയാം? ഞങ്ങൾ ആരാധിക്കുന്ന ആരെയാണ്? ഈസാ നബിയാണെന്ന് പറയാം. അല്ലെങ്കിൽ മലക്കുകളെ ആരാധിക്കുന്നവർ അത് പറയാം. അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയി മരണപ്പെട്ടു പോയ നബിമാരെ ആരാധിക്കുന്നവർക്ക് അത് പറയാം. അല്ലെങ്കിൽ സ്വാലിഹായി ജീവിച്ച ആളുകളെ ആരാധിക്കുന്നവർക്ക് അത് പറയാം. അപ്പൊ ഞങ്ങൾ ആരാധിക്കുന്നത് സ്വാലിഹീങ്ങളെയാണ്. ഫൈദാ കാനൂ മഅനാ ഫിന്നാർ ഫഇന്നൽ അംറ യഹൂനു അലൈനാ, അവർ പറഞ്ഞു, അവരും ഞങ്ങളോടൊപ്പം നരകത്തിലാണ് എങ്കിൽ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് നരകം കിട്ടുക എന്നുള്ളത് വലിയ കുഴപ്പമൊന്നും. ഇന്നത്തെ മുശ്രിക്കുകൾ പറയും, ഞങ്ങൾ മുൻകഴിഞ്ഞു പോയ ഇന്ന ആളുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒപ്പം നരകത്തിലാവാണെങ്കിൽ ഞങ്ങൾക്കും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവരോടൊപ്പം നരകത്തിലായാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായത് എന്താണ്? ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളും നരകത്തിലായിരിക്കും എന്നുള്ളതാ. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലദീന സബഖത് ലഹും മിന്നാ അൽ ഹുസ്ന, ആരാണോ നമ്മിൽ നിന്ന് സ്വർഗാവകാശികളാണ് എന്ന് സബഖത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടത്, അതായത് നബിമാരെന്താണ്? സ്വർഗത്തിലാണ്. മലക്കുകൾ എന്താണ്? സ്വർഗത്തിലാണ്. സ്വാലിഹീങ്ങളായ ആളുകൾ സ്വർഗത്തിലാണ്. അങ്ങനെ അല്ലാഹു തആല സ്വർഗാവകാശികളാണ് എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ അവരെന്താണ്? അവരാ നരകത്തെ തൊട്ട് വിദൂരത്തായിരിക്കും. ഉലൈക അൻഹാ മുബഅദൂൻ, അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞത് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അവര് ഞങ്ങളുടെ ഒപ്പം നരകത്തിലാവുമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ അല്ലാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകൾ എവിടെയായിരിക്കും? സ്വർഗത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ 1-2 വേറെ വിഷയങ്ങളുള്ളത്. നാളെ പരലോകത്ത് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ
ആരാധിച്ചാലും അവർ ആരാധിക്കുന്ന ആരെയാണ്? ശൈത്താനെയാണ്. ഇപ്പൊ അള്ളാഹുവിന് പുറമെ നസ്രാനികൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചാൽ അവരെ യഥാർത്ഥത്തിൽ ആരെയാണ് ആരാധിക്കുന്നത്? ശൈത്താനെയാണ്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഒരു കൂട്ടം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചു എന്ന് വിചാരിക്കുക, അവർ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന ആരെയാണ്? ശൈത്താനെയാണ്. നാളെ പരലോകത്ത് ഓരോ കൂട്ടരുടെ മുമ്പിലും ഓരോ പിശാചുക്കളെ അവരുടെ ഇലാഹിന്റെ രൂപത്തിലായി കൊണ്ടുവരുന്ന, അപ്പൊ സൂര്യനെ ആരാധിച്ചെന്നവരുടെ മുമ്പിൽ ഒരു പിശാചിനെ എടുത്ത് സൂര്യന്റെ രൂപത്തിലായിക്കൊണ്ട് അതിനു പിന്നാലെയാണ് അവർ നരകത്തിൽ വീഴുക. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചവരുടെ മുമ്പിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിൽ ഒരു പിശാചിനെ കൊണ്ടുവന്ന് വെച്ച് അവരുടെ പിന്നിലായിക്കൊണ്ടാണ് അവർ നരകത്തിൽ വീഴുക. എന്താണോ അവർ ആരാധിച്ചിരുന്നത് അതിന്റെ രൂപത്തിലുള്ള പിശാചുക്കളെ ആക്കിക്കൊടുത്ത് അതിന്റെ പിന്നിലാണ് നരകത്തിൽ വീഴുക. അതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. പക്ഷെ അവർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോൾ അള്ളാഹു തആല മറുപടി പറഞ്ഞു, നാം മുൻകൂട്ടി സ്വർഗത്തിലാണ് എന്ന് തീരുമാനിച്ച ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹു തആല മറുപടിയായിട്ട് ആയത്തിറക്കി. ഇവിടെ ഖദറുമായി ബന്ധപ്പെട്ടതിന് എന്താണ് ബന്ധം? അള്ളാഹു തആല ചില ആളുകൾ അവർ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ ഇന്ന ആളുകൾ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖദർ മുൻകൂട്ടി നടന്നിട്ടുണ്ട്. ആ സബഖത്ത് മുൻകൂട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമുള്ളത് കൊണ്ടാണ് ഖദറിന്റെ ബാബിൽ ഈ ആയത്തിനെ കൊണ്ടുവരാനുള്ള കാരണം. അപ്പോ സ്വർഗാവകാശികൾ ആരാണ്, നരകാവകാശികൾ ആരാണ് എന്നുള്ളത് അള്ളാഹു തആല മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള ദലീലാണ് ഈ ആയത്ത്. മറ്റൊന്ന് വഖൗലിഹി തആല വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ, സൂറത്തുൽ അഹ്സാബിലെ 38-ാമത്തെ ആയത്താണ്. ഇത് പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട ആശയമാണ്, പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ വന്നതാണെങ്കിലും. വകാന അംറുല്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഖദറൻ, അത് നിർണയിക്കപ്പെട്ടതാണ്, മഖ്ദൂറൻ, നിർണയിക്കപ്പെട്ട ഒരു കാര്യമാണ്, തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്ന ആയത്താണ്. മറ്റൊരായത്ത് സൂറത്തു സ്വാഫാത്തിലെ 96-ാമത്തെ ആയത്താണ്. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു ഖലഖകും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു, വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അല്ലാഹു സൃഷ്ടിച്ചു. അതായത് ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തആല സൃഷ്ടിച്ച ഒരു സൃഷ്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന ഏത് പ്രവർത്തനവും എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ ആയത്താണ് ഖദറിന്റെ അർക്കാനുകളിൽ 4-ാമത്തേതിനുള്ള ദലീല്. അള്ളാഹ് ഖൽഖ് എന്നുള്ളതിന്റെ ദലീലാണ് ഈ ആയത്ത്. എന്താണ്? വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. നമ്മുടെ വിശ്വാസം പറയുന്നത്, നമ്മെ അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ള വിശ്വാസം, അത് ഖദറിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. സൂറത്തുൽ ഖമർ, അടുത്തത് വഖൗലിഹി തആല, സൂറത്തുൽ ഖമറിലെ 49-ാമത്തെ ആയത്ത്, ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദരിൻ, തീർച്ചയായും നാം എല്ലാ കാര്യത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ബിഖദരിൻ, കൃത്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്, അഥവാ തീരുമാനിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിപ്പ് നടന്നിട്ടുള്ളത്. അപ്പൊ ഖദറും സൃഷ്ടിപ്പും തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിപ്പ് നടക്കുന്നത് എന്നത്. അപ്പൊ ഈ ആയത്തുകളെല്ലാം നമ്മൾ പറഞ്ഞ ഈ 4 അർക്കാനുകളെ അറിയിക്കുന്നതാണ്. ഇനി ഇതിലെ ഓരോ ഹദീസും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വിഷയത്തിലെ ഫഹ്മിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ്. അഥവാ അദ്ദേഹത്തിന്റെ ഫഹ്മിനെ, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് ഈ ഒരു വിഷയം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പറയുന്ന രീതിയിലാണ്. അതായത് പറഞ്ഞല്ലോ, അള്ളാഹു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, മനുഷ്യന് തെരഞ്ഞെടുക്കാനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ 2 കാര്യം ഒരുമിച്ച് വേണം. അഥവാ മനുഷ്യന്റെ അമൽ അവിടെ ഉണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ ഖദർ അവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ദലീലുകളാണ്, ഹദീസുകളാണ് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലാദ്യത്തേത് വഫീ സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിമിലുള്ള ഒരു റിവായത്താണ്. അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ്ദറ മഖാദീറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബി50,000 സനത്തിൻ ഖാല വഅർശുഹു അലൽ മാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല, ഖദ്ദറ മഖാദീറൽ ഖലായിഖ്,
സൃഷ്ടികളുടെ നിർണയങ്ങളെല്ലാം നിർണയിച്ചിരിക്കുന്നു. സൃഷ്ടികളുടെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, ഒരാൾ എവിടെ ജനിക്കണം, അല്ലെങ്കിൽ എത്ര വയസ്സുവരെ ജീവിക്കണം, അല്ലെങ്കിൽ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, അവൻ എപ്പോൾ മരിക്കണം, അവൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ, അങ്ങനെയുള്ള സൃഷ്ടികളുടെ വിഷയങ്ങളെല്ലാം അല്ലാഹു തആല നിർണയിച്ചിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളിൽ കാണാം കതബല്ലാഹു മഖാദീറൽ ഖലായിഖ് ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് പറയാണ്, എപ്പോഴാണ് രേഖപ്പെടുത്തിയത്? ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ബി50,000 സനത്തിൻ, സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ നിർണയങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ ഇൽമ് കഴിഞ്ഞു പോയിട്ടുണ്ട്, മുൻകടന്നു പോയിട്ടുണ്ട്. അതിനെ നിർണയിക്കുക, ഇന്ന പോലെയാണ് ആവുക, ഒന്നുകൂടി വ്യക്തമായാൽ അതിനെ കിതാബത്ത്, അതിനെ രേഖപ്പെടുത്തുക എന്നുള്ളത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതില്ല, മനുഷ്യനെ അവസാനം സൃഷ്ടിച്ചതാ. ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് ബാക്കിയുള്ള ജന്തുജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷെ ആ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ തന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല വഅർശുഹു അലൽ മാ, ആ ഹദീസിന്റെ റിവായത്തിൽ കാണാം അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഖദറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ അടിസ്ഥാനം 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തൽ നടന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഖദറുമായി ബന്ധപ്പെട്ട 5 തരത്തിലുള്ള ഖദറിനെ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസിന്റെ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ ഖദർ 5 തരത്തിലായിക്കൊണ്ട് പറയുന്നുണ്ട്. ഖദറിന്റെ ഇനങ്ങൾ, അതിന്റെ ഓരോന്നിനുമുള്ള 5 എണ്ണത്തിനുള്ള ദലീലുകൾ ഓരോ ഓർഡറിലായിക്കൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹി കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഓർഡർ കൊടുത്തതിന് ശേഷം അവസാനം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ 5 എണ്ണത്തിനെയും ബന്ധിപ്പിച്ച് പറഞ്ഞ ഒരു ഇബാറത്തും കൊടുക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. അപ്പൊ ഒന്നാമത്തെ ഈ ഹദീസ് പറയുന്നത് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രേഖപ്പെടുത്തൽ, ഒരു നിർണയം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നടന്നിട്ടുണ്ട്, അല്ലാഹു തആല നിർണയിച്ചിട്ടുണ്ട്. വേറെ ചില ഹദീസുകളിൽ കതബല്ലാഹ് എന്ന് വന്നിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ലൗഹൽ മഹ്ഫൂദിൽ. അടുത്ത ഹദീസ്, വഅൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹീഹ് ബുഖാരിയിലെയും മുസ്ലിമിലെ റിവായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല, ഇല്ലാ വഖദ് കുതിബ മഖ്അദുഹു മിനൻ നാർ, അതിൽ ആരുടെയാണോ നരകത്തിലുള്ള സീറ്റ് അത് രേഖപ്പെടുത്തപ്പെടാതെ, വമഖ്അദുഹു മിനൽ ജന്ന, ആർക്കാണ് സ്വർഗം അവിടെയുള്ള സീറ്റ്. മഖ്അദ് എന്ന് പറഞ്ഞാൽ ബെഞ്ച് എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാം, ഇരിപ്പിടം എന്നുള്ള അർത്ഥത്തിൽ. ആർക്കാണോ നരകത്തിലുള്ള സ്ഥാനം അത് രേഖപ്പെടുത്താതെ, സ്വർഗത്തിലുള്ള സ്ഥാനം രേഖപ്പെടുത്താതെ. അതായത് സൃഷ്ടികൾക്ക് പരലോകത്ത് എന്തേ ഉള്ളൂ? 2 ഭവനത്തിലേക്ക് അവർ മടങ്ങും. ഇടയിൽ കുറച്ച് ആളുകൾ ആറാഫിലായിക്കൊണ്ട് നിൽക്കുമെങ്കിലും അവർ എന്താകും? അവസാനം അധികവും സ്വർഗത്തിലേക്ക് അവർ മാറും. അപ്പൊ ഈ 2 ഭവനത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടോ? ഇല്ല. അവസാനം ഈ 2 എണ്ണത്തിലേക്കാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, അവന്റെ വിഷയത്തിൽ അവൻ നരകത്തിലാണോ അല്ലെങ്കിൽ അവൻ സ്വർഗത്തിലാണോ, അവന്റെ സ്ഥാനം നരകമാണോ അല്ലെങ്കിൽ സ്വർഗമാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടാതെ, രേഖകൾ എഴുതപ്പെടാതെ നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലു, ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് വരുന്ന ഒരു സംശയം സ്വഹാബികളും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നത്തകിലു അലാ കിതാബിന, ഞങ്ങളുടെ മേലെ രേഖപ്പെടുത്തിയ ഈ രേഖയുടെ മേലെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരമേൽപ്പിച്ചുകൊണ്ട് അതിൽ വരുന്ന പോലെ വരട്ടെ എന്ന നിലക്ക് ഞങ്ങൾ നിന്നാ മതിയോ? വനദഉൽ അമൽ, ഞങ്ങൾ എന്നിട്ട് കർമ്മം ഞങ്ങൾ ഒഴിവാക്കിയാലോ? അതായത് ഞങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് യാതൊരു പ്രാധാന്യം ഇതൊന്നും കൊടുക്കാതെ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വരുന്നതല്ലേ വരികയുള്ളൂ എന്ന നിലക്ക് ഞങ്ങൾ ജീവിച്ചാൽ മതിയോ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഞങ്ങൾ കർമ്മത്തിനൊരു വിലയും കൊടുക്കണ്ട, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നോക്കണ്ട, ഞങ്ങൾക്ക് എന്തായാലും വിധിച്ചതല്ലേ അതുപോലെ വന്നാൽ മതി എന്ന നിലക്ക് മതിയോ? കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് ദീനിന്റെ കാര്യം മാത്രമാണ് എന്ന്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. നിസ്കാരത്തിന്റെ നോമ്പിന് മാത്രമല്ല, ഖദറല്ല ദീനിന്റെ കാര്യം മാത്രമാണോ? അല്ല, എല്ലാ വിഷയത്തിലും. ഇപ്പൊ ഉപജീവനം നേടുന്നതിലാവട്ടെ, രോഗത്തിന് ചികിത്സിക്കുന്നതിലാവട്ടെ, മറ്റെന്തെങ്കിലും കാര്യത്തിലാവട്ടെ, അതിലൊക്കെ എന്ത് ചെയ്യാം? ഒരാൾക്ക്
പിന്നെ അത് അള്ളാഹ് തീരുമാനിച്ച പോലെ വരിക എന്ന നിലക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെ പറയാണ് നരകവും സ്വർഗമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് അത് ഒഴിവാക്കാലോ. അപ്പൊ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഫകുല്ലുൻ എല്ലാവരും, മുയസ്സറുൻ എളുപ്പമാക്കപ്പെടുന്നവരാണ്, ലിമാ ഖുലിഖ ലഹു ഏതൊന്നിനാണോ അവൻ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് അവൻ എളുപ്പമാക്കപ്പെടുന്നതാണ്. അതായത് സ്വർഗത്തിലേക്കാണ് സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ അവൻ എളുപ്പമാക്കും, നരകത്തിലേക്കാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളതെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ അവൻ എളുപ്പമാക്കും. എന്നിട്ട് പറഞ്ഞു, അമ്മാ മൻ കാന മിൻ അഹ്ലി സആദ, ആരാണോ സൗഭാഗ്യത്തിന്റെ ആളുകളായിട്ട്, സആദ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം, ഇവിടെ ഉദ്ദേശം സ്വർഗാവകാശികളായിത്തീരുന്നത്, ഫസയുയസ്സറു ലിഅമലി അഹ്ലി സആദ, അവന് ആ സൗഭാഗ്യത്തിന്റെ സൗഭാഗ്യം ലഭിക്കുന്ന അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങളിലേക്ക് അവർ എളുപ്പമാക്കപ്പെടും. വഅമ്മാ മൻ കാന മിൻ അഹ്ലി ശഖാവ, ആരാണോ ദൗർഭാഗ്യത്തിന്റെ, ശഖാവത്ത് ഉദ്ദേശം ദൗർഭാഗ്യം, ഇവിടെ ഉദ്ദേശം നരകം, നരകത്തിന്റെ ആളുകളായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുള്ളത്, ഫസയുയസ്സറു ലിഅമലി അഹ്ലി ശഖാവ, അവന് ആ ദൗർഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ നരകാവകാശികളുടെ കർമ്മങ്ങളിലേക്ക് എളുപ്പമാക്കപ്പെടുകയും ചെയ്യും. സുമ്മ ഖറഅ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു, സൂറത്തുൽ ലൈലിലെ 5 മുതലുള്ള ആയത്തുകൾ. ഫഅമ്മാ മൻ അഅതാ വത്തഖ, ആരാണോ അവൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്, അഅത എന്ന് പറഞ്ഞാൽ നൽകുക എന്നുള്ളതാണ്, അഥവാ അവന്റെ എല്ലാ കർമ്മങ്ങളും അവന്റെ ബാധ്യതകളെല്ലാം നിറവേറ്റുന്നത്, വത്തഖ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, വസദ്ദഖ ബിൽ ഹുസ്ന ഏറ്റവും ശരിയായതിനെ സത്യപ്പെടുത്തുന്നത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിനെ ദീനിനെ സത്യപ്പെടുത്തുന്നത്, ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവന് എളുപ്പത്തിലേക്ക് എളുപ്പമായിക്കൊണ്ടിരിക്കും, അതിനെ ശരിയായതിലേക്ക് എളുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. മുത്തഫഖുൻ അലൈഹി. ഈ ആയത്തിന്റെ അടുത്ത ഭാഗത്തിൽ ഇതിന്റെ ബാക്കി ആശയമുണ്ട്. എന്താണ്? വമ്മാമൻ ബഖില വസ്തഗ്ന, ആരാണോ പിശുക്ക് കാണിക്കുന്നത്, ആ സ്വന്തത്തിൽ ധന്യത കാണിക്കുന്നത്, അതുപോലെ തന്നെ ഫകദ്ദബ ബിൽ ഹുസ്ന സത്യത്തിനെ കളവാക്കുന്നത്, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ ഞെരുക്കത്തിലേക്ക് അവൻ കൂടുതൽ അവന് എളുപ്പമായി കൊടുക്കുന്ന അവസ്ഥയും ഉണ്ടാകും എന്ന് ആയത്തിൽ അതിനുശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹദീസിനെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്, ഖളാ ഖദറിന്റെ വിഷയത്തിൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതുപോലെ മതി എന്ന നിലക്ക് പോകാതെ അമൽ എന്ന നിലക്ക് പോയി അമലിനെ പാഴാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഖളാ ഖദറിൽ വിശ്വാസം എന്താണ്? അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഉറച്ചു വിശ്വസിക്കണം, നമ്മളിൽ ആരൊക്കെയാണ്, അഥവാ മനുഷ്യരിൽ ആരൊക്കെയാണ് സ്വർഗത്തിൽ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ ആരൊക്കെയാണ് നരകത്തിലുള്ളത് എന്നുള്ളത് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതേ സമയം നമ്മോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് എന്താണ്? അമല് ചെയ്യാനാണ്. നമ്മളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? അമല് ചെയ്യാനാണ്. അതിന്റെ ആ അമല് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കെ സ്വർഗാവകാശികൾക്ക് അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ പാപം സംഭവിച്ചാൽ തൗബ ചെയ്യാൻ, കൂടുതൽ നന്മയിൽ മുന്നേറാൻ അള്ളാഹു എളുപ്പമാക്കും. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമായിക്കൊണ്ടേയിരിക്കും. ഇനി ഒരാൾ നരകത്തിന്റെ ആളാണ് അള്ളാഹു തആല തീരുമാനിച്ചത് എങ്കിൽ അവൻ അതിനുള്ള കർമ്മങ്ങളിലേക്കാണ് അവൻ എളുപ്പമാക്കുക, അവൻ അതിലേക്കാണ് അവൻ തിരിഞ്ഞു പോവുക എന്നുള്ളത്. ഈ ഒരു കാര്യം നമ്മൾക്ക് ഉറച്ചു വിശ്വസിക്കാനാണ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ ഇൽമു പരിപൂർണമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ തസ്ലീമ് വേണം. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു തആല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഹിക്മത്തോടു കൂടിയായിരിക്കും. അള്ളാഹുവിൽ നിന്നൊരു ദുൽമും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൽ നിന്ന് ഒരാളോട് എന്തുണ്ടാവില്ല? ഒരു തരത്തിലുള്ള ദുൽമും ഉണ്ടാവുകയില്ല എന്നുള്ളത്. അപ്പൊ ഖദറിലെ വിശ്വാസത്തിന് ഈ 2 ഭാഗം വേണം. ഒന്ന്, അള്ളാഹു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും, 2 അമലുകൾ ചെയ്യണമെന്നുള്ളതും. അത് അമലിനെ പാഴാക്കാനുള്ള കാരണമാകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2ഉം ബന്ധപ്പെടുത്തി പറഞ്ഞത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവന്റെ വിശ്വാസം, അവന്റെ മനസ്സിൽ എന്താണ് ഉണ്ടാവേണ്ടത്? സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ മേലുള്ള ബാധ്യത.
എന്റെ മേലുള്ള ബാധ്യത എന്താണ്? അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് എന്റെ മേലുള്ള ബാധ്യത എന്നൊരു മുഅ്മിനിന് വിശ്വാസം ഉറക്കുന്ന, അള്ളാഹുവിന്റെ അറിവിലും കഴിവിലും അള്ളാഹുവിന്റെ നീതിയിലും പൂർണ്ണമായി ആശ്രയിക്കാവുന്ന, അതിൽ കീഴൊതുങ്ങുന്ന ഒരാളായി തീരാൻ ഖദറിലുള്ള വിശ്വാസം കാരണമാകും. അടുത്ത ഒരു ഹദീസ്, വഅൻ മുസ്ലിം ഇബ്നു യസാർ അൽ-ജുഹനി ഖാല സുഇല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻ ഹാദിഹിൽ ആയ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. സൂറത്തുൽ അറാഫിലെ 172-ാമത്തെ ആയത്ത്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം ദുർരിയതഹും എന്ന് തുടങ്ങുന്ന ആയത്താണ്. ആയത്തിന്റെ പരിപൂർണമായിട്ടുള്ള ആ ഭാഗം വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം, ആദം സന്തതികളെ ആദമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരികയും ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിൽ അള്ളാഹു അവരിൽ നിന്ന് സാക്ഷ്യം വാങ്ങി. എന്താണ് സാക്ഷ്യം വാങ്ങിയത്? അള്ളാഹു അവരോട് ചോദിച്ചത്, നമ്മൾ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അർവാഹുകളെ, നമ്മുടെ റൂഹുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു ഷഹാദത്ത് വാങ്ങിയിട്ടുള്ള കാര്യമാണ് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്നുള്ളത്. അതായത് ഒരു മനുഷ്യനും അവന്റെ ഉള്ളിൽ നിന്ന് നിഷേധിക്കാൻ സാധിക്കാത്ത ഫിത്രത്തിയായി കൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ അംഗീകരിക്കുന്ന കാര്യമാണ് അവന് റബ്ബുണ്ട് എന്നുള്ളത്. ഒരാളും തന്നെ അവന്റെ കാര്യം, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഞാനാണ് എന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണ് എന്നോ അല്ലെങ്കിൽ ഒരു ഇലാഹുണ്ട്, ഒരു റബ്ബുണ്ട് എന്നുള്ള വിശ്വാസം ഏതെങ്കിലും സൃഷ്ടിയാണ് എന്നുള്ളത് ഒരാളുടെ ഫിത്രത്തിൽ എന്തുണ്ടാവൂല, ചിന്ത ഉണ്ടാവൂല. അപ്പൊ അല്ലാഹു തആല അർവാഹുകളെ എല്ലാ മനുഷ്യരിൽ നിന്നും റൂഹുകളിൽ നിന്ന് കരാർ വാങ്ങി. ഖാലു, അപ്പോൾ ആ സമയത്ത് മനുഷ്യരെല്ലാവരും പറഞ്ഞു ബലാ ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്തിനെ സംബന്ധിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പിൽക്കാലത്ത് ചോദിക്കപ്പെട്ടു. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, സഹാബികൾക്ക് ശേഷമുള്ള താബിഈങ്ങളാണ് ഈ കാര്യം ചോദിച്ചിട്ടുള്ളത്. അതായത് സഹാബികൾ ഒരു കാര്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ദീനിന്റെ അടിസ്ഥാനം. ഒരു കാര്യത്തെ, ഇപ്പൊ ദീനിൽ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഏതോ ആവട്ടെ, വിശ്വാസമാവട്ടെ, കർമ്മമാവട്ടെ, സ്വഭാവമാവട്ടെ, പെരുമാറ്റമാവട്ടെ, ഏത് മേഖലയാണെങ്കിലും അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബികൾ അതിനെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. താബിഈങ്ങൾ, അതിനുശേഷമുള്ള ആളുകൾ സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നതിലേക്ക് മടങ്ങാറുണ്ടായിരുന്നു. അപ്പൊ ഈ ആയത്തിനെ, ഖുർആനിന്റെ ആയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് ദീൻ കേട്ട് പഠിച്ചിട്ടുള്ള സ്വഹാബിയായ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത് അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അതിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻഹാ. ഉമർ റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തുണ്ടായിട്ടുണ്ട്? ഇത് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഇതേ ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇതൊന്ന് നോക്കി നോക്കി, ദീന് എന്തൊരു എളുപ്പാന്ന് നോക്കി നോക്കി. കാരണം സ്വഹാബികൾക്ക് ആരിൽ നിന്നാണ് ദീന് കേട്ടിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. അപ്പൊ നേരിട്ടിട്ട് ദീൻ കേട്ട ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ശരിയായ ദീന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? ആ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കലാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ ആദമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ثم مسح ظهره بيمينه, പിന്നീട് അല്ലാഹുവിന്റെ വലത് കരം കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ അല്ലാഹു തആല തടവി. ഫസ്തഖ്റജ മിൻഹു ദുർരിയതൻ, അങ്ങനെ ആ തടവലിലൂടെ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അഥവാ അർവാഹുകളുടെ ലോകത്ത്, ഈ ലോകത്ത് ലോകാവസാനം വരെ വരുന്ന എല്ലാ മനുഷ്യരെയും പുറത്തേക്ക് കൊണ്ടുവന്നു, അവരുടെ റൂഹുകളെ. ഫഖാല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ പറ്റി പറഞ്ഞു, ഖലഖ്തു ഹഉലാഇൽ ജന്ന, ഒരു കൂട്ടരെ പറ്റി പറഞ്ഞു, ഞാൻ ഈ കൂട്ടരെ സൃഷ്ടിച്ചിട്ടുള്ളത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. വബിഅമലി അഹ്ലിൽ ജന്നതി യഅമലൂൻ, അവർ സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങളാണ് പ്രവർത്തിക്കുക. അതായത് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒപ്പം തന്നെ എന്തും പറഞ്ഞിട്ടുണ്ട്? അമലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
അതായത് സ്വർഗം ലഭിക്കാനും നരകം ലഭിക്കാനും അവന്റെ കർമ്മങ്ങൾ കാരണമാകും എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. അഥവാ ആ കർമ്മങ്ങൾ എന്താണ്, ആ സ്വർഗത്തിനും നരകത്തിനും കാരണമാണ്. സ്വർഗം അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണെങ്കിൽ കൂടി ആ കാരുണ്യം ലഭിക്കാൻ എന്ത് കാരണമാവണം? അവന്റെ കർമ്മങ്ങൾ കാരണമാകും. അതാണ് അമലിനെ പ്രത്യേകം പറഞ്ഞത്. അപ്പോ ഈ കൂട്ടരെ സ്വർഗത്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവർ പ്രവർത്തിക്കുക സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങളാണ്. വീണ്ടും ആദ്യം മുതുകിൽ തടവി, അതിൽ നിന്ന് വന്ന ആദം സന്തതികളെ പറ്റിയാണ് പറഞ്ഞത്. വീണ്ടും ഒന്നുകൂടി തടവി. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ സൃഷ്ടികളും വന്നു എന്നാണ്. എല്ലാ സൃഷ്ടികളും വന്നല്ല, ആദ്യത്തെ തടവലിൽ കുറച്ച് സൃഷ്ടികൾ വന്നു. അവരെ പറ്റി അല്ലാഹു തആല ഇവർ സ്വർഗത്തിലാണ് എന്നുള്ള കാര്യം പറഞ്ഞു. സ്വർഗാവകാശികളുടെ കർമ്മമാണ് ചെയ്യുക എന്നും പറഞ്ഞു. വീണ്ടും തടവി. ഫസ്തഖ്റജ മിൻഹു ദുർരിയതൻ, കുറച്ച് സന്താനങ്ങൾ, ബാക്കിയുള്ള സന്താനങ്ങൾ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങൾ, മനുഷ്യർ പുറത്തേക്ക് വന്നു. ഫഖാല ഖലഖ്തു ഹൗലാഇ ലിന്നാർ, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇക്കൂട്ടരെ ഞാൻ നരകത്തിലേക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വബിഅമലി അഹ്ലി നാരി യഅമലൂൻ, അവർ നരകാവകാശികളുടെ കർമ്മങ്ങളെ ചെയ്യുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫഖാല റജുലുൻ, അപ്പോ ഇത് കേട്ടപ്പോ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഫീമൽ അമലു, റസൂലേ പിന്നെ എന്തിനാണ് കർമ്മം? അതായത് ഇതാ അല്ലാഹു തആല തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലാഹു തആല സ്വർഗത്തിലുള്ള ആളുകളാണ് ഇത് എന്നും പറഞ്ഞു, നരകത്തിലുള്ള ആളുകളാണ് ഇത് എന്നും പറഞ്ഞു, പിന്നെ എന്തിനാണ് റസൂലെ കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ ഖലഖൽ അബ്ദ ലിൽ ജന്നതി, അല്ലാഹു തആല ഒരു അടിമയെ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിച്ചാൽ, ഇസ്തഅമലഹു ബിഅമലി അഹ്ലിൽ ജന്ന, അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ, ഹത്താ യമൂത അലാ അമലിൻ മിൻ അഅമാലി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ കർമ്മങ്ങളിൽ ഒരു കർമ്മത്തിലായിക്കൊണ്ട് അവൻ മരിക്കുന്നത് വരെ, അഥവാ സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങളിലായിക്കൊണ്ട് അവൻ മരിക്കുന്നത് വരെ. ഫയുദ്ഖിലുഹു ബിഹി അൽ ജന്ന, അങ്ങനെ ആ കർമ്മങ്ങളെ കൊണ്ട്, ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. വൈദാ ഖലഖൽ അബ്ദ ലിന്നാർ, നരകത്തിലേക്കാണ് അടിമയെ സൃഷ്ടിച്ചത് എങ്കിൽ, ഇസ്തഅമലഹു ബിഅമലി അഹ്ലിന്നാർ, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കർമ്മങ്ങൾ നരകാവകാശികളുടെ കർമ്മങ്ങളായ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഹത്താ യമൂത അലാ അമലിൻ മിൻ അഅമാലി അഹ്ലിന്നാർ, നരകാവകാശികളുടെ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്ന അവസ്ഥയിൽ അവൻ മരിക്കും. ഫയുദ്ഖിലുഹു അന്നാർ, അങ്ങനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. റവാഹു മാലിക് വൽ ഹാക്കിം വഖാല ശർത്ത് മുസ്ലിം വറവാഹു അബൂ ദാവൂദ് മിൻ വജ്ഹിൻ ആഖർ അൻ മുസ്ലിം ഇബ്നു യസാരിൻ അൻ നഈം ഇബ്നു റബീഅ അൻ ഉമർ. അതിന്റെ റിവായത്തിനെ പറ്റി, സനദിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഹദീസ് ഖദറിലുള്ള വിശ്വാസത്തെ വളരെ കൃത്യമായിട്ട് എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറയുന്നതാണ്. കാരണം ഖദറിലുള്ള വിശ്വാസം അതിൽ പറയുന്നുണ്ട്, അമലിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്, അമലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്, അതിന്റെ അമലുകളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഈ ഒരു ബാബിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തേത് ആയത്ത്, നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത്, നമ്മിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ എന്താണ് സംഭവം എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമായിക്കൊണ്ട്, അതിലുണ്ടായ സംഭവത്തെ കൃത്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ആദം സന്തതികളിൽ, അർവാഹുകളിൽ ഒരു കൂട്ടരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർഗാവകാശികളായി. അള്ളാഹുവിനെ ഇതൊക്കെ പറയുമ്പോൾ, സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, സ്വർഗത്തിന്റെ കർമ്മങ്ങളാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. എന്താണ്? ഒന്ന്, അള്ളാഹുവിന്റെ ഇൽമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടിമകളെ കുറിച്ച് അറിവ് പരിപൂർണമായിട്ടുണ്ട്. രണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്താണ്. ഇവൻ നരകത്തിലാണ്, ഇവന് സ്വയം ചെയ്യാനുള്ള ആ യോഗ്യതയും സ്വാതന്ത്ര്യവും നൽകുന്നതിനോടൊപ്പം അവൻ നരകാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും എന്നുള്ള അള്ളാഹുവിന്റെ ഖുദ്റത്താണ്. മൂന്നാമത്തേത്, അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണിയായിട്ടുള്ളത്. തസ്ലീമാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബാധ്യതയാണ് അമല് ചെയ്യുക എന്നുള്ളത്. നമ്മോട് എന്താണോ സ്വർഗം ലഭിക്കാനുള്ള കർമ്മങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചെയ്യുക. നരകത്തിന്റെ കർമ്മങ്ങളായി പറഞ്ഞിട്ടുള്ളത് അത് ഒഴിവാക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അമലിന് പ്രാധാന്യമുണ്ട് എന്നറിയിക്കുകയും അള്ളാഹുവിന്റെ ഖദറിന്റെ പരിപൂർണതയെ അറിയിക്കുകയും ചെയ്യുന്ന ഹദീസാണത്. അപ്പോ ഈ ഖദറിലെ വിശ്വാസം പറഞ്ഞാൽ വളരെ
മൈന്യൂട്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ വിശാലത നൽകുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അള്ളാഹു തആല കൃത്യമായി വിശ്വസിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കത് കൃത്യമായി അത് മനസ്സിലാകുന്നില്ല, എനിക്കത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നാണ് ഇത് കേൾക്കുന്ന ആരെങ്കിലും അവസ്ഥ എങ്കിൽ അവർക്കൊന്നേ ഉള്ളൂ, ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹുവിനും റസൂലിനും വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അസ്ലംതു ലില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കീഴൊതുങ്ങുന്നു, ആ വിശ്വാസത്തെ തെളിയിക്കുന്നു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം ചില സംഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മസ്ജിദിന്റെ മുമ്പിലോ ആയിട്ട് സഹാബികൾ എന്തോ വിഷയത്തിൽ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ ഭയങ്കര ബഹളായിക്കണ്, വളരെ വലിയൊരു ചർച്ച. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നോക്കിയ സമയത്ത് ഖുർആനിലെ ആയത്തുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിയിട്ട് ഖദറിന്റെ വിശ്വാസത്തിൽ അവർ സംസാരിക്കുകയാണ്. ചില ആളുകൾ ഇന്നപോലെ പറയുന്നു, ചില ആളുകൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെ സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുവന്നിട്ട് പറഞ്ഞു, ഇതിനാണോ ഞാൻ നിയോഗിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇതാണോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് പറഞ്ഞ കാര്യം ചെയ്താൽ പോരെ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? കർമ്മങ്ങൾ ചെയ്യാനാണ്, അത് ചെയ്താൽ പോരെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് പിന്നെ എന്താക്കരുത്, പ്രശ്നമാക്കരുത് എന്ന നിലക്ക്. അപ്പൊ നമുക്ക് അതിനേക്കാൾ വിശ്വാസം ഉറപ്പുള്ള കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു നമുക്കൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്, അതുപോലെ ധാരാളം കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഖദറുള്ള വിശ്വാസത്തിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ തൗഫീഖ് ലഭിച്ചാൽ അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുക. അങ്ങനെയുള്ള ഒരാളുടെ ഈമാനിന്റെ ദൃഢത വളരെ വലുതായിരിക്കും. അത്രയും ശക്തമായ തൗഹീദിന്റെ പരിപൂർണതയിൽ ഒരാൾക്ക് എത്താൻ സാധിക്കും. അടുത്ത ഹദീസ്, വഖാല ഇസ്ഹാഖ് ബിൻ റാഹുവൈഹ് حدثنا بقية بن الوليد قال أخبرني الزبيدي محمد بن الوليد عن راشد بن سعد عن عبد الرحمن بن أبي قتادة عن أبيه عن هشام بن حكيم بن حزام أن رجلا قال يا رسول الله أتبدأ الأعمال أم قد قضي. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി ചോദിച്ചു, അതുബ്ദഉൽ അഅമാൽ, അഅമാലുകൾ തുടങ്ങുകയാണോ അല്ലെങ്കിൽ അഅമാലുകൾ ചെയ്യുകയാണോ വേണ്ടത്, അം ഖദ് ഖുദിയ, അതല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടതാണോ, അഥവാ കർമ്മങ്ങൾ ചെയ്യപ്പെട്ടുകൊണ്ടാണോ ഈ കാര്യങ്ങൾ ലഭിക്കുന്നത്, അതല്ല കാര്യങ്ങൾ മുമ്പേ തീരുമാനിക്കപ്പെട്ടതാണോ എന്നുള്ളത് ചോദിച്ചു. അതായത് ഇന്നത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു റിസൾട്ടാണോ സ്വർഗവും നരകവും എന്നുള്ളത്, അതല്ല സ്വർഗം ആദ്യമേ തീരുമാനിക്കപ്പെട്ടതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലമ്മാ അഖ്റജ ദുർരിയത ആദം മിൻ ളഹ്രിഹി അശ്ഹദഹും അലാ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ആദം സന്തതികളെ പുറത്തേക്ക് കൊണ്ടുവരികയും അവരിൽ നിന്ന് ഒരു ഷഹാദത്ത് വാങ്ങുകയും ചെയ്തു, അവരുടെ സ്വന്തത്തിൽ നിന്ന്. ثم أفاض بهم في كفيه فقال, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കൈപ്പിടിയിൽ ഒരു കൂട്ടരെ എടുത്തുകൊണ്ട് പറഞ്ഞു, ഫഹഉലാഹി ലിൽ ജന്നതി വഹഉലാഹി ലിന്നാർ. അത് കയ്യിൽ നിന്ന് ഓരോ പിടി എടുത്തിട്ട് പറഞ്ഞു, ഒരു കൂട്ടർ അവർ സ്വർഗാവകാശികളാണ്, ഈ കൂട്ടർ നരകാവകാശികളാണെന്ന് പറഞ്ഞു. ഫഅഹ്ലുൽ ജന്നതി മുയസ്സറൂന ലിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളായി അള്ളാഹു എടുത്തിട്ടുള്ള ആളുകൾ അവർക്ക് സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങൾ എളുപ്പമാക്കപ്പെടും. വഅഹ്ലുന്നാരി മുയസ്സറൂന ലിഅമലി അഹ്ലിന്നാർ, നരകാവകാശികളായി അള്ളാഹു എടുത്തിട്ടുള്ള ആളുകൾ, സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ അതിലേക്കും എളുപ്പമാക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മേലെയുള്ള ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾക്ക് അത് എളുപ്പമാക്കപ്പെടുകയും ചെയ്യും, നരകാവകാശികളായിട്ടുള്ള ആളുകൾക്ക് അതും എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ കർമ്മം ചെയ്യുക, എന്താണോ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും, ഇവിടെ ഇരിക്കുന്നവരല്ല, ഇനി ഇത് ഓൺലൈനായി കേൾക്കുന്ന ആളുകളായിട്ട് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഹദീസുകളായിരിക്കും, ഇതിനേക്കാൾ ഗൗരവത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും ഖദറിന്റെ വിഷയത്തിലുള്ള ഹദീസുകളെ സാധാരണക്കാർക്കിടയിൽ വല്ലാതെ വിശദീകരിക്കാത്തതും
പറയാത്തതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിശ്വാസത്തിൽ ദുർബലതയുള്ള ആളുകൾക്ക് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതുകൊണ്ട് ചില ഹദീസുകൾ പറയാത്തത്. ഈ ഹദീസുകൾ അല്ലാതെ ഇതിനേക്കാൾ ഗൗരവത്തിലുള്ള ഹദീസുകൾ, ആരൊക്കെയാണ് സ്വർഗാവകാശികൾ നരകാവകാശികൾ എന്ന രേഖകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഹദീസുകളുണ്ട്. ആ രേഖകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടിട്ട് ഇത് രേഖകളാണെന്ന് പറഞ്ഞ ഹദീസുകൾ, അതുപോലെ ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ അറിവും കഴിവും മനസ്സിലാക്കണം. 2, അതിൽ തസ്ലീം ഉണ്ടായിരിക്കണം. 3, ഉറച്ച് വിശ്വസിക്കാം. ഒരു ആണുമണി തൂക്കം അനീതി അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഖദറിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ അറിവ് മുൻകടന്നു പോയിട്ട് അള്ളാഹുവിന് ഈ തീരുമാനങ്ങളില്ല എങ്കിൽ പിന്നെ അള്ളാഹുവിന് എന്ത് സ്ഥാനമുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കിയും, അള്ളാഹു ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടി നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് അള്ളാഹുവിന് അറിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് പിന്നെ ഇലാഹ് എന്നുള്ള സ്ഥാനത്തിന് വല്ല അർത്ഥമുണ്ടോ? അതായത് അള്ളാഹു തആല ഇലാഹാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ആ സൃഷ്ടി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് എന്ത് സ്ഥാനമുള്ളത്? ഒരിക്കലും അങ്ങനെ ഒരു ഇലാഹ് ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അറിവ് പരിപൂർണ്ണമായിരിക്കും. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവും പരിപൂർണ്ണമായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വിശ്വസിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ തസ്ലീം കൊണ്ട് ദൃഢമായി ഉറപ്പിക്കേണ്ട കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. അടുത്ത ഹദീസ്, വഅൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞ വിഷയം 50,000 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ട ഖദറിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ പറഞ്ഞ ഹദീസുകളിൽ പറഞ്ഞത് എപ്പോഴുള്ള ഖദറാണ്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് മനുഷ്യരെ പുറത്തെടുത്തുകൊണ്ട് തീരുമാനിക്കപ്പെട്ട ഖദറാണ്. അപ്പൊ 2 രീതിയിലുള്ള ഖദറിനെ പറ്റി ഇപ്പൊ പറഞ്ഞു. ഒന്ന്, 50,000 വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച ഖദറിനെ പറ്റി പറഞ്ഞു. 2, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് മനുഷ്യരെ പുറത്തെടുത്തുകൊണ്ട് തീരുമാനിക്കപ്പെട്ട ഖദറും പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഖദറാണ് അടുത്ത ഹദീസിൽ പറയുന്നത്. ഇത് വളരെ പ്രശസ്തമായ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. ഹദീസ് സാദിഖുൽ മസ്ദൂഖ് എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ഹദീസാണ്. وعن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. പക്ഷേ ഈ ഹദീസ് പറയുന്നതിനോടൊപ്പം ഒന്നുകൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും വഹുവ സ്വാദിഖു വൽ മസ്ദൂഖ്. സത്യം പറയുന്നവനും സത്യപ്പെടുത്തപ്പെട്ടവനുമാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം പറഞ്ഞ എന്താണ്? സത്യമാണ്. ഇത് അള്ളാഹിന്റെ റസൂലാണ് എന്നുള്ളതും അതുപോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് അള്ളാഹുവിനാൽ സത്യപ്പെടുത്തപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹദീസിൽ പറയുന്ന കാര്യം സാധാരണ രീതിയിലുള്ള മനുഷ്യബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പ്രത്യേകം പറഞ്ഞത്. എന്നിട്ട് ഹദീസ് പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫതൻ. ഇന്ന അഹദകും, നിങ്ങളിൽ ഓരോ ആളുകളും അഥവാ നാം ഓരോരുത്തരും, യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ, നമ്മുടെ സൃഷ്ടിപ്പ് എന്നുള്ളത് ഒരുമിക്കപ്പെട്ടതാണ്. അഥവാ ഉപ്പാന്റെ ശരീരത്തിൽ നിന്നുള്ള മുതുകിൽ നിന്ന് തെറിച്ചു വീഴുന്ന ശുക്ലത്തുള്ളിയിൽ നിന്ന് അതിന്റെ ബീജവും അതുപോലെ ഉമ്മാന്റെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അണ്ടവുമായി കൂടിച്ചേർന്ന് ഏകോപിക്കപ്പെട്ട അവസ്ഥയിൽ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ, ഒരു ബീജമായിക്കൊണ്ട് ഒരു നുത്ഫയായിക്കൊണ്ട് 40 ദിവസം എന്തായിട്ടുണ്ട് അവിടെ വെക്കുന്നുണ്ട്. അഥവാ പിന്നെ ഒരു കുട്ടി ഉണ്ടാകുന്നതിന്, അഥവാ നമ്മൾ ഓരോരുത്തരും ജനിച്ച് രൂപം അതിന്റെ തുടക്കം പറയാണ്. ഇത് വേറൊരു കാര്യം, ഈ ഹദീസിന്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത് 1400 വർഷം മുമ്പാണ്. ഇന്ന് എംബ്രിയോളജി പോലെയുള്ള പഠനശാഖകളെല്ലാം പഠിച്ച് ഗവേഷണം നടത്തി ഇന്ന് അവർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സയൻസിനെ നമ്മൾ ഖുർആന് തെളിവായിട്ട് എടുക്കല്ല. പക്ഷെ അവർ ഈ ഖുർആനിൽ പറഞ്ഞതിന് പോലെ തന്നെ ഈ സൃഷ്ടിപ്പിനെ പറ്റി അവർ പറയുമ്പോൾ അന്ന് യാതൊരു അടിസ്ഥാനവും അറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. ഖുർആനിലെ ആയത്തുകളിൽ സൂറത്തുൽ മുഅ്മിനൂനിലും അതുപോലെ പല സൂറത്തുകളിലെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലും എല്ലാം ആ കാര്യം പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ. അപ്പോ 40 ദിവസം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരാൾ ബീജമായിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരും തുടക്കത്തിൽ രൂപം കൊള്ളുന്നു. ثم يكون علقة مثل ذلك, പിന്നീട് അതിന്റെ രൂപം മാറി ഒരു ഭ്രൂണമായിക്കൊണ്ട് അതിനേക്കാൾ ഒന്ന് വേറൊരു രൂപത്തിലായിക്കൊണ്ട് 40 ദിവസം അടുത്ത ഘട്ടം, രണ്ടാമത്തെ ഘട്ടം കഴിയുന്നു. ثم يكون مضغة مثل ذلك,
പിന്നീട് 40 ദിവസം ഒരു മുളുക എന്ന് പറഞ്ഞാൽ മാംസത്തിന്റെ ഒരു കഷ്ണമായി. അപ്പോ അതായത് ബീജം ഭ്രൂണം എന്നുള്ളതിനൊക്കെ മാറി ഒരു ഇറച്ചി കഷ്ണമായിക്കൊണ്ട് 40 ദിവസം വീണ്ടും ആകുന്നു. അപ്പൊ എത്രയായി? 40 120 ദിവസം, ഏകദേശം 4 മാസത്തിന്റെ സമയം, ഉമ്മാന്റെ ഗർഭപാത്രത്തിലെ 4-ാം മാസത്തിന്റെ സമയം. ثم يبعث الله إليه ملكا بأربع كلمات. അങ്ങനെ 120 ദിവസം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാം ഓരോരുത്തരും ആകുന്ന സമയത്ത് ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിക്കും 4 കാര്യങ്ങളെ കൊണ്ട്, 4 കലിമത്തുകളെ കൊണ്ട്. فيكتب عمله وأجله ورزقه وشقي أو سعيد. എന്നിട്ട് ആ ഗർഭത്തിലിരിക്കുന്ന ആ മുളുകയുടെ അല്ലെങ്കിൽ ആ തുടക്കത്തിന്റെ 4-ാം മാസത്തിൽ രേഖപ്പെടുത്തും, അവന്റെ വിഷയങ്ങൾ രേഖപ്പെടുത്തും. അമലഹു, അവൻ എങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്, 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുക, അവൻ എന്ത് കർമ്മങ്ങളാണ് ചെയ്യുക എന്നുള്ളത്. വഅജലഹു, അവന്റെ ആയുസ്, അവൻ എത്ര കാലം ജീവിക്കും എന്നുള്ളത്. വരിസ്ഖഹു, അവന്റെ ഉപജീവനം, അവനുള്ള ഭക്ഷണം, വായു, വെള്ളം, ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം. വശഖിയ്യുൻ ഔ സഈദുൻ, ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ, ഉദ്ദേശം നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്നീ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ എല്ലാവരുടെയും തുടക്കത്തിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4-ാം മാസത്തിൽ അല്ലാഹു തആല ഒരു മലക്കിനെ നിയോഗിച്ച് 4 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം, ഏതൊക്കെയായിരിക്കണം, അതുപോലെ തന്നെ ആയുസ്, അതുപോലെ തന്നെ റിസ്ക് ലഭിക്കുന്ന ഉപജീവനം, അതുപോലെ തന്നെ നമ്മൾ നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്നുള്ളത്. ثم ينفخ فيه الروح, അത് രേഖപ്പെടുത്തിപ്പെട്ടു കഴിഞ്ഞാൽ അതോടൊപ്പം ആ മലക്ക് റൂഹിനെ ആ മാംസപിണ്ഡത്തിലേക്ക് ഊതും. റൂഹ് എന്നുള്ളത് ആകാശലോകത്ത് സൃഷ്ടിപ്പാണ്, മനുഷ്യന്റെ ശരീരം എന്നുള്ളത് ഭൂമിയിൽ നിന്ന് സൃഷ്ടിപ്പാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് മനുഷ്യനാകുന്നത്. അപ്പോ ആ റൂഹിനെ ഈ മലക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള റൂഹുകളിൽ നിന്ന് റൂഹിനെ എടുത്ത് ഈ മലക്ക് ആ മാംസപിണ്ഡത്തിലേക്ക് ഊതും. അഥവാ നമുക്കെല്ലാം റൂഹ് ലഭിച്ച ആ സമയം. ഹത്താ മാ യകൂനു അഫൻ ഫവല്ലദി ലാ ഇലാഹ ഗൈറുഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലാത്ത അല്ലാഹുവാണ് സത്യം. ഇന്ന അഹദക്കും, നിങ്ങളിൽ ഒരാൾ, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയുടെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യായിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഅൻ, അവനും അവൻ സ്വർഗവും തമ്മിൽ ഒരു ചാൺ, ഒരു ദിറാ, ഒരു ചാൺ, ഒരളവ് പറയല്ലോ, അത്ര മാത്രമേ. ചാണോ മുഴക്ക് സംശയമുണ്ട്, ദിറാ ചാണോ മുഴ, എന്തായാലും ഈ ഒരു കണക്കിനെ പറയാറ്, എന്തായാലും ഒരു കുറഞ്ഞ ഒരു ഗ്യാപ്പ്, അത്രയുള്ള അവൻ സ്വർഗത്തിലേക്ക് എന്നുള്ള അവസ്ഥയിലെത്തും. ഫയസ്ബിഖു അലൈഹിൽ കിതാബു, അവന്റെ ഈ രേഖ, അവന്റെ മേലെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവനെ മുൻകടക്കും. അഥവാ ബാഹ്യമായിട്ട് സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളായിരിക്കും. പക്ഷേ അവന്റെ കിതാബിൽ അവൻ നരകാവകാശിയാണെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ കിതാബ് മുൻകടന്നുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, അവൻ നരകാവകാശിയുടെ കർമ്മം ചെയ്യും. അവന്റെ അവസാനത്തിൽ ഫയദ്ഖുലുഹാ, അവൻ ആ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. വഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, നിങ്ങളിൽ ഒരാൾ നരകാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. ശിർക്കും കൂഫറും ബിദ്അത്തും തെമ്മാടിത്തരങ്ങളും മഅസിയത്തും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും. ഹത്താ മാ യകൂന ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഅ്, അവനും നരകവും തമ്മിൽ കുറഞ്ഞൊരു ഗ്യാപ്പുള്ളൂ, മരിച്ചാൽ മതി നരകത്ത് കിടക്കും എന്നുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, പക്ഷെ അവന്റെ രേഖപ്പെടുത്തിയ 4-ാം മാസത്തിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അത് മുൻകടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളുടെ കർമ്മം ചെയ്യും. ഫയദ്ഖുലുഹാ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണ്. വളരെ ഒരുപാട് ഫായിദകളുള്ള ഒരു ഹദീസാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഈ ഒരു ഹദീസ്. അസ്സാദിഖുൽ മസ്ദൂഖ്, ഹദീസു സാദിഖുൽ മസ്ദൂഖ് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഹദീസ്. ഒന്ന് ഖദറുമായി ബന്ധപ്പെട്ട 3-ാമത്തെ തരത്തിലുള്ള കിതാബത്ത്. ഒന്നാമത്തെ എന്താണ്? ആകാശമുകളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ്, ഒന്നാമത്തെ ഒരു ഖദർ. രണ്ടാമത്തേത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്നുള്ളത്. മൂന്നാമത്തേത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4-ാം മാസത്തിൽ ഉണ്ടാകുന്ന
ഈ ഒരു ഖദർ, ഈ ഒരു നിർണയം, അതിനെപ്പറ്റി ഈ ഹദീസിൽ പറയുന്നു. അല്ലാഹു തആല റൂഹ് കൊണ്ടുവരുന്ന മലക്കിന്റെ അടുക്കൽ ഈ ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ കർമ്മങ്ങൾ എന്താണ്, അവന്റെ റിസ്ക് എന്തൊക്കെയാണ് ലഭിക്കേണ്ടത്, അവൻ എത്ര കാലം ജീവിക്കണം, അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നീട് പറഞ്ഞ കാര്യം, അതിൽ നിന്ന് വേറെ 2 ഫായിദകൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതായത് നിങ്ങളിൽ ഒരാൾ സ്വർഗാവകാശിയുടെ കർമ്മം ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിയെന്ന് തോന്നും, നരകത്തിന്റെ കർമ്മം ചെയ്ത് നരകാവകാശിയായി തീരും. അല്ലെങ്കിൽ നരകാവകാശിയുടെ കർമ്മം ചെയ്ത് നരകത്തിലേക്കാണ് എന്ന് തോന്നും, പക്ഷെ സ്വർഗാവകാശി കർമ്മം ചെയ്ത് മാറും. അതിൽ 2 പ്രധാനപ്പെട്ട ഫായിദകൾ ഉലമാക്കൾ പറയാറുണ്ട്. ഒന്ന്, ഒരാളുടെ ഉള്ളിലുള്ള അവസ്ഥ അള്ളാഹുവിനറിയാം. ബാഹ്യമായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഒരാളുടെ ഉള്ളിലുള്ള കാര്യത്തെ പുറത്തു കൊണ്ടുവന്നിട്ടേ അയാൾക്ക് മരണമുണ്ടാവുകയുള്ളൂ എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മിഫ്താഹു ദാരിസ് സആദ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന് ഉദാഹരണമാണ് ഇബ്ലീസിനെയും മലക്കുകളെയും അള്ളാഹു പരീക്ഷിച്ച സന്ദർഭം. കാരണം മലക്കുകളോടൊപ്പം ആകാശലോകത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളായിരുന്നു ആര്? ഇബ്ലീസ് എന്നുള്ളത്. മലക്കുകളുടെ ഒപ്പം അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആളായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തറിയാം? മലക്കുകളുടെ ഉള്ളിലുള്ള തസ്ലീമും അള്ളാഹുവിന്റെ കൽപ്പനക്കുള്ള കീഴൊതുങ്ങലും ഇബ്ലീസിന്റെ അകത്തുള്ള കിബറും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. എന്നാൽ മലക്കുകൾക്കോ ഇബ്ലീസുകൾക്കോ പരസ്പരം അതെന്തായിട്ടില്ല, മനസ്സിലായിട്ടില്ല. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇബാദത്ത് ചെയ്യുന്ന ആളാണ് ഇബ്ലീസും, പക്ഷെ അള്ളാഹുവിനതറിയാം. അത് പുറത്തു കൊണ്ടുവരാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന എന്ന നിലക്ക് മലക്കുകൾ കീഴൊതുങ്ങി, പക്ഷെ ഇബ്ലീസിന്റെ കിബർ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ഇതുപോലെയാണ് ഈ ഹദീസിൽ പറഞ്ഞ കാര്യവും. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഈമാനിനെ, അള്ളാഹുവിനുള്ള തസ്ലീമിനെ, അള്ളാഹുവിനോടുള്ള അനുസരണത്തെ, നമ്മുടെ വിശ്വാസത്തെ പുറത്ത് കൊണ്ടുവരുന്നത് വരെ, അതിനെ പരിപൂർണമായി തെളിയിച്ച് പുറത്തു കൊണ്ടുവരുന്നത് വരെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എപ്പോഴാണോ അത് പരിപൂർണമായി പുറത്ത് തെളിഞ്ഞു വരുന്നത്, അതിലായിരിക്കും അവന്റെ മരണം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ബാഹ്യമായിട്ട് നമ്മൾ ഇതിനെത്രയോ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തി കള്ളു കുടിച്ച് തെമ്മാടിത്തരങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ആള് ഒരു നിമിഷത്തിൽ മാറി തൗബ ചെയ്ത് മടങ്ങി ഉടനെ തന്നെ മരണപ്പെട്ടു പോയത് നമ്മൾ എത്രയോ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഏറ്റവും വലിയ ശിർക്കിലും കുഫറിലും അല്ലെങ്കിൽ മാസിയത്തിലും ആയിക്കൊണ്ട് മരണപ്പെട്ട അവസ്ഥ, ജീവിതകാലം മുഴുവൻ നല്ല അവസ്ഥയിലായിരിക്കും, പക്ഷെ അവസാനത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഇതുപോലുള്ള ആളുകളെ. അഥവാ ഇബ്നുൽ ഖയ്യിം ഈ ഹദീസിനെ വിശദീകരിച്ച് എങ്ങനെയാണ്? ഉള്ളിലുള്ള വിശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നവരെ പല പരീക്ഷണങ്ങൾ അള്ളാഹു കൊണ്ടുവരും. അത് തെളിയിച്ചു കൊടുക്കുമ്പോഴാണ് അവന്റെ മരണം അവനിലേക്ക് എത്തുക. അപ്പോ അത് ഈ ഹദീസിന്റെ ഉദ്ദേശമായിക്കൊണ്ട് ഒരു ഫായിദയായി പറയാറുണ്ട്. രണ്ടാമത്തെ ഫായിദ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം. അവസാനം എന്ത് കർമ്മത്തിലാണോ മരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ പരലോക വിജയം നിൽക്കുന്നത്. അഥവാ ഇതിൽ പറഞ്ഞ എന്താണ്? ജീവിതകാലം മുഴുവൻ നന്നായോ ജീവിതകാലം ചെയ്തെന്തോ എന്നുള്ളതല്ല, അവസാനം എന്തിലായി എന്നുള്ളതാണ് അവിടെ വിഷയമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അവസാനം എന്തായി എന്നുള്ളത്. അപ്പോൾ അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്ക് എപ്പോഴാണ് നമ്മുടെ അവസാനം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ആ രീതിയിലായിരിക്കണം. അവസാനത്തെയാണ് അല്ലാഹു തആല അമലുകളിൽ പരിഗണിക്കുക എന്നുള്ളത്. അപ്പൊ ധാരാളം ആളുകൾ അവസാനത്തിൽ പഴച്ചു പോകുന്ന ആളുകൾ കാണാം. ഇപ്പോ അങ്ങനെ ഒരു വിഷയത്തിൽ ഇബ്നുൽ ജൗസി ദമ്മുൽ ഹവയിൽ ഇബ്നുൽ ഖയ്യിം ദാവൂദ് ദവായിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈജിപ്തിലോ മറ്റോ ജീവിച്ചിരുന്ന ഒരു മുഅദ്ദിൻ 40 വർഷം മസ്ജിദിലെ മുഅദ്ദിനായിരുന്നു, ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോ മസ്ജിദിന്റെ കുറച്ച് അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ നസ്രാനി ആയിട്ടുള്ള ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അങ്ങനെ പണ്ട് കാലത്ത് ബാങ്ക് കൊടുക്കാൻ മസ്ജിദിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിന്നിട്ടാണ് ബാങ്ക് കൊടുക്കുക. അതാണ് മൈക്കൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ സുന്നത്തായിട്ടുള്ള കാര്യം. ഏതാണോ മസ്ജിദിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം അവിടെ നിന്നിട്ടാണ് ബാങ്ക് കൊടുക്കേണ്ടത്. മൈക്കൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നുണ്ട്, അത് ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറിയ സമയത്ത് ആ നസ്രാനിയായ വീട്ടിലെ പെൺകുട്ടിയെ ഈ മുഅദ്ദിൻ കാണുകയുണ്ടായി. പിന്നെ പണ്ഡിതന്മാർ സഈദ് ഇബ്നു മുസയ്യിബിൽ നിന്നുള്ള റിവായത്തായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നത് കയറാൻ സമയത്ത് കണ്ടു. അപ്പൊ ബാങ്ക് കൊടുത്ത ഉടനെ ആ പെണ്ണിനോടുള്ള ആഗ്രഹം കൂടിയിട്ട് 40 വർഷം പള്ളിയിൽ മുഅദ്ദിനായിട്ട് അവിടെ ജീവിച്ചിരുന്ന ആളാണ്. വല്ലാത്ത ആഗ്രഹം ഉണ്ടായിട്ട് ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ പറഞ്ഞു, ആ പെണ്ണ് ചോദിച്ചു എന്താ വന്നിരിക്കുന്നത്, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ആ നിലക്കൊക്കെ പറഞ്ഞു. നമ്മൾ നടക്കൂല, നിങ്ങൾ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇത് നടക്കൂല, സമ്മതിക്കൂല എന്ന് പറഞ്ഞു.
അങ്ങനെ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനി ആവുകയാണെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണിനോടുള്ള ആഗ്രഹത്താൽ അയാൾ ക്രിസ്ത്യാനിയാവുകയും പിന്നീട് അവിടുന്ന് എന്തോ ഒരു അപകടം പറ്റിയിട്ട് മരണപ്പെടുകയും ചെയ്യുകയാണ്. 40 വർഷക്കാലം പള്ളിയിൽ മുഅദ്ദിനായി നിന്നിരുന്ന ആബിദായിരുന്ന ഒരാൾ അവസാന സമയത്ത് കാഫിറായിക്കൊണ്ട് ഒരു പാപത്തിന്റെ സന്ദർഭത്തിൽ മരണപ്പെടുകയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഒരു ബാബിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുണ്ട്. അപ്പോൾ അമലുകൾ അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സ്വീകരിക്കുക. അഥവാ തെമ്മാടിയായി ജീവിച്ച ഒരാൾ അവസാനത്തിൽ നല്ല രീതിയിലായിട്ട് മരണപ്പെട്ടാൽ ആ നല്ല രീതിയിൽ മരണപ്പെട്ടതാണ് അയാൾ പരിഗണിക്കുക, അത്രയും കാലത്തെ പാപങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അതുപോലെ നല്ലത് ചെയ്തിട്ട് പാപത്തിലോ കുഫറിലോ ശിർക്കിലായിട്ട് മരണപ്പെട്ടാൽ അത്ര കാലം നല്ലത് ചെയ്തതല്ല, മരിക്കുമ്പോൾ എന്തായിരുന്നു എന്നുള്ളതാണ് പരിഗണിക്കുക. അതും ഈ ഹദീസിന്റെ ഫായിദയായി പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ ഒന്ന് ഖദറുള്ള വിശ്വാസത്തിൽ മൂന്നാമത്തെ തരത്തിലുള്ള ഒരു രേഖപ്പെടുത്തൽ ഖദർ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ആയുസ്, നമ്മുടെ ഉപജീവനം, നമ്മൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്നുള്ളത് അല്ലാഹു തആല ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4-ാം മാസത്തിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ 2 ഫായിദകൾ പറഞ്ഞത്, ഒന്ന് നമ്മുടെ ഉള്ളിലുള്ള ഇഖ്ലാസും ഈമാനും പുറത്തു കൊണ്ടുവരാൻ, അതിന്റെ ഏറ്റവും പരിപൂർണമായ രീതിയിൽ പുറത്തു കൊണ്ടുവരാനുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് പുറത്തു കൊണ്ടുവന്നിട്ടേ നമ്മുടെ മരണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മൂന്നാമത്തെ ഒരു ഫായിദ. കർമ്മങ്ങളുടെ അവസാനത്തിന്റെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ 3 തരത്തിലുള്ള ഖദറുകൾ പറഞ്ഞു. ഇനി 2 തരത്തിലുള്ള ഖദറുകൾ കൂടി പറയാനുണ്ട്. അതും അടുത്ത ഹദീസുകളിലായിക്കൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നുണ്ട്. അപ്പോൾ ഖദറുള്ള വിശ്വാസം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് അതിൽ തസ്ലീം ഉണ്ടാവുക, അതിനെക്കുറിച്ച് അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകാതിരിക്കുക. ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ അതിനെ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനോട് മനസ്സിലാക്കി തരാൻ തൗഫീഖ് ചോദിക്കുകയും ആ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയും ചെയ്യുക. അവന്റെ ഈമാനിൽ, അവന്റെ യഖീനിൽ, അവന്റെ തവക്കുലിൽ, ജീവിതത്തിൽ എല്ലാ മേഖലയിലും വലിയ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ അവന് പ്രേരകമാകുന്ന ഒരു വിശ്വാസമാണ് ഖദറിലെ വിശ്വാസം. വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് എന്തല്ല ഈമാൻ എന്ന് പുറത്താവുന്ന കാര്യം. ഖദർ ഇല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ എല്ലാം ഖദർ മാത്രമാണെന്ന് പറയുകയോ ചെയ്താൽ, ഈ ഖദറിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഈമാനിൽ നിന്ന് പുറത്താണ്. അതിനെ മനസ്സിലാക്കുന്നിടത്ത് ആളുകൾ പല ദർജയിലായിരിക്കും. തസ്ലീം നിർബന്ധമാണ് എന്ന് മാത്രം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അടുത്ത ദർസിൽ ബാക്കിയുള്ള എടുക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.